ഇന്ന് സിനിമാ ലോകത്ത് നല്ല രീതിയിൽ ട്രെൻഡിങ്ങിലുള്ള ഒരു ഫിലിമാണ് എമ്പുരാൻ. ഇപ്പോൾ തന്നെ മലയാളത്തിലെ സകലമാന റെക്കോർഡും എമ്പുരാന് ഭേദിച്ചിട്ടുണ്ട്. എമ്പുരാൻ ഫിലിം ഇത്ര രീതിയിൽ സക്സസ് ആവാനുള്ള കാരണം അവരുടെ മാർക്കറ്റിംഗ് രീതി തന്നെയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഡിജിറ്റലായിട്ടുള്ള മാർക്കറ്റിംഗ് അവർ നല്ല രീതിയിൽ യൂസ് ചെയ്തു എന്നുള്ളതാണ്. L2 എമ്പുരാൻ എന്ന ഹാഷ്ടാഗ് നല്ല രീതിയിൽ ട്രെൻഡിങ് ആക്കി മാറ്റി. പിന്നെ ഇൻഫ്ലുവൻസേഴ്സുമായി നല്ല രീതിയിൽ കൊളാബറേഷൻ ചെയ്തു. അവരെ ഫിലിം ഇൻഡസ്ട്രി ലൊക്കേഷനോ പിന്നെ അതേപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വൈറലാക്കാൻ ശ്രമിച്ചു. അവരുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പെയ്ഡ് ആഡ്സുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്തു. പിന്നെ അവർ യൂസ് ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർസിൻ്റെ ഫാൻസിനെ നല്ല രീതിയിൽ മാർക്കറ്റിങ്ങിന് യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഫാൻസിന് സ്റ്റാർസുമായിട്ട് നേരിട്ട് ഇടപഴകാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കി. പിന്നെ അതേപോലത്തെ ഫാൻസിനായിട്ട് ടീഷർട്ടും പോസ്റ്റേഴ്സും എല്ലാം റിലീസ് ചെയ്തു. ഇത് അവരിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റി. ഈ ആവേശം നല്ല രീതിയിൽ ഹിറ്റാക്കി മാറ്റാനും സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എമ്പുരാൻ്റെ ടീസറും ട്രെയിലറും ഒരു ഹൈപ്പാക്കുന്ന ഒരു മെഷീനാക്കി മാറ്റി എന്നുള്ളതാണ്. ഇത് യൂട്യൂബിലും മറ്റും കോടിക്കണക്കിന് വ്യൂസാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ റെക്കോർഡ് അഡ്വാൻസ് ബുക്കിംഗ് എമ്പുരാന് ലഭിച്ചു എന്നുള്ളതാണ്. എമ്പുരാനെതിരെയുള്ള ഇപ്പോൾ ഉള്ള വിവാദങ്ങളും മറ്റും എല്ലാം എമ്പുരാന് നല്ല രീതിയിൽ കളക്ഷൻ നേടിക്കൊടുത്തു എന്നുള്ളതാണ്. ഇതെല്ലാം ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയുന്ന പേരാണ് ഷോക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഈ ഗുജറാത്ത് കലാപം, മുല്ലപ്പെരിയാർ ഡാം ഇതൊക്കെ വിഷയമാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചർച്ചാ വിഷയമാവും എന്നുള്ളത് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് എമ്പുരാൻ ഇത്ര രീതിയിൽ വിജയിക്കാനും സാധിച്ചത്.